അവസാനവട്ട ചർച്ചകളിൽ ആശയക്കുഴപ്പമുണ്ടാകുന്നു എന്ന് വേണം ഇപ്പോൾ അനുമാനിക്കാൻ എന്നതാണ്. അതേസമയം നമ്മൾ ലീഗിൻ്റെ വാർത്തയിലേക്ക് പോയപ്പോൾ വളരെ കൃത്യമായി ലീഗിനകത്തും ചില തീരുമാനങ്ങൾ എടുത്തുവെങ്കിലും അടുത്തത് ആരൊക്കെ എന്നതുമായി ബന്ധപ്പെട്ടും അതിലും സങ്കീർണമായ ചർച്ചകൾ ആണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, ഇതിൽ കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. ഏത് നിലയിലാണ് മാറ്റങ്ങൾ? രഞ്ജിത്ത് രാമചന്ദ്രൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുക. നിലവിൽ തന്നെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന പേരുകൾ ഇതൊക്കെയാണ് മന്ത്രിസഭയിലേക്ക് പരിഗണിക്കപ്പെട്ടിരിക്കുന്നവർ എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിൽ മുതിർന്ന നേതാക്കൾ, യുവാക്കൾ, ആദ്യമായി മന്ത്രിസഭയിലേക്ക് എത്തുന്നവർ, അങ്ങനെയൊക്കെയുള്ള ഒരു ടീം UDF എന്ന് പറയുമ്പോൾ അതിൽ ലീഗിൽ നിന്ന്, RSPയിൽ നിന്ന്, കേരള കോൺഗ്രസിൽ നിന്ന്, CMBയിൽ നിന്ന്, അങ്ങനെയൊക്കെയുള്ള എല്ലാവരുടെയും ഒരു പട്ടികയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ മന്ത്രിമാർ 12 മന്ത്രിമാർ ഇപ്പോൾ നിലവിൽ നമുക്ക് അറിയാം കോൺഗ്രസിൽ നിന്ന് തന്നെയാണ്. അതിൽ നിന്ന് വനിതാ പ്രതിനിധികളെ അടക്കം ഉൾപ്പെടുത്തേണ്ടത് കോൺഗ്രസിൽ നിന്നാണ്. ആ പേരുകൾ ആണ് ഇപ്പോൾ മാറി മറിഞ്ഞേക്കാം എന്ന സൂചന വരുന്നത്. രഞ്ജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, ചില മാറ്റങ്ങൾ ഉണ്ടാകും ഇപ്പോഴത്തെ പട്ടികയിൽ എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് സ്പീക്കർ പദവിയിലേക്ക് നേരത്തെ ഉയർന്നു കേട്ടിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതിന് പകരം VT ബൽറാം എന്ന് കേൾക്കുന്നു. അപ്പോൾ തിരുവഞ്ചൂരിനെ സ്വാഭാവികമായും അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ ചാണ്ടി ഉമ്മൻ്റെ പേരായിരിക്കാം ആ ലിസ്റ്റിൽ നിന്ന് വെട്ടാൻ സാധ്യത എന്ന് മനസ്സിലാകുന്നു. അതോടൊപ്പം പ്രധാനപ്പെട്ട വകുപ്പുകൾ, ഇപ്പോൾ റവന്യൂ വകുപ്പ് സണ്ണി ജോസഫിന് എന്ന സൂചനയായിരുന്നു. പക്ഷേ സണ്ണി ജോസഫിന് അതിന് താല്പര്യമില്ല എന്നതാണ്. അങ്ങനെയെങ്കിൽ അത് PC വിശ്വനാഥിന് ലഭിക്കുമോ എന്ന സംശയമുണ്ട്. ആരോഗ്യവകുപ്പ് K മുരളീധരന് താല്പര്യമില്ല എന്ന വിവരം വരുന്നു. വൈദ്യുതി വകുപ്പാണ്. അപ്പോൾ ഘടകകക്ഷിയായ RSPക്ക് എന്തായിരിക്കും വകുപ്പ്? ഇത്തരം ചില സങ്കീർണതകളിലേക്ക് പോകുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണിപ്പോൾ ഈ അവസാനവട്ട ചർച്ചകൾ ഏത് നിലയിൽ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രഞ്ജിത്ത്? അഭിലാഷ്, ഏതായാലും മന്ത്രിസഭാ രൂപീകരണം അല്ലെങ്കിൽ വകുപ്പുകൾ സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്ന, നമ്മൾ രാവിലെ മുതൽ കൊടുക്കുന്ന ചില വകുപ്പുകൾ ഉണ്ടായിരുന്നു. അവിടെയും ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിന് അനവധിയായ കാരണങ്ങളുണ്ട്. പല ആളുകളും അവർക്ക് നിശ്ചയിച്ച വകുപ്പുകൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. അവർ മറ്റ് വകുപ്പുകൾ ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആരോഗ്യ വകുപ്പിൽ ആദ്യഘട്ടത്തിൽ K മുരളീധരൻ വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആരോഗ്യ വകുപ്പ് തനിക്ക് വേണ്ട എന്നുള്ള നിലപാടിലേക്കാണ് K മുരളീധരൻ എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ഒരുപക്ഷെ മാറി PC വിശ്വനാഥിലേക്കോ മറ്റോ എത്താനുള്ള സാഹചര്യമുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ തൽക്കാലം മന്ത്രിമാരുടെ ലിസ്റ്റ് വൈകുന്നേരത്തോടു കൂടി, മന്ത്രിമാരെ തീരുമാനിച്ച ശേഷം വൈകുന്നേരത്തോടു കൂടി ഈ ലിസ്റ്റ് ഗവർണർക്ക് നൽകുക എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. വകുപ്പ് സംബന്ധിച്ച് ചർച്ചകൾ തുടരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. PC വിശ്വനാഥിന് ഒരുപക്ഷെ ആരോഗ്യം താല്പര്യമില്ല എങ്കിൽ അത് റവന്യൂ വകുപ്പിലേക്ക് മാറിയേക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. സണ്ണി ജോസഫിന് ആരോഗ്യ വകുപ്പ് നൽകാനുള്ള സാധ്യതകൾ ഉരുത്തിരിഞ്ഞു വരുന്നു. അങ്ങനെ ഘടകകക്ഷികൾക്ക് അവർ ഉദ്ദേശിച്ച തരത്തിലുള്ള വകുപ്പുകൾ നൽകാൻ എല്ലാ തരത്തിലും സാധ്യതയില്ല എന്ന് ഏതാണ്ട് അറിയിച്ച മട്ടുണ്ട്. കാരണം പ്രധാനപ്പെട്ട ഒന്ന്, ഷിബു ബേബി ജോണൊക്കെ വളരെ പ്രാധാന്യമുള്ള വകുപ്പ്, തൊഴിൽ വകുപ്പ് തനിക്ക് വേണ്ട, പ്രാധാന്യമുള്ള മറ്റൊരു വകുപ്പ് വേണമെന്ന ആവശ്യമൊക്കെ ഉന്നയിച്ചുവെങ്കിൽ പോലും അത് തൽക്കാലം അംഗീകരിക്കാൻ സാധ്യതയില്ല എന്ന നിലയിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഒപ്പം മാണി സി കാപ്പന്റെ കടുത്ത അതൃപ്തിയും ഇക്കാര്യത്തിൽ വലിയ ചർച്ചയായ പശ്ചാത്തലമുണ്ട്. 5 വർഷം ടേം വേണമെന്ന ആവശ്യം മാണി സി കാപ്പൻ ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം ജോസഫ് ഗ്രൂപ്പിന് താല്പര്യമുള്ള ചില വകുപ്പുകളുണ്ട്. അത് റവന്യൂ അടക്കമുള്ള വകുപ്പുകളാണ്. അത് നൽകാൻ സാധിക്കില്ല എന്നറിയിച്ചിട്ടുണ്ട്. അവരുടെ കൈവശം നേരത്തെ ഉണ്ടായിരുന്ന ചില വകുപ്പുകൾ, അതിപ്പോൾ ജലവിഭവ വകുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അവർക്ക് നൽകിയേക്കാം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഏതാണ്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം, ചാണ്ടി ഉമ്മന്റെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ്. കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് അത്തരം കാര്യങ്ങൾ എത്തിയിട്ടില്ല. ചില സമവാക്യങ്ങൾ, ഇപ്പോൾ എറണാകുളം ജില്ലയിൽ നിന്ന് കൂടുതൽ മന്ത്രിമാരുണ്ടായാൽ ചാണ്ടി ഉമ്മൻ അടക്കമുള്ളവരുടെ കാര്യം തുലാസിലാകും. വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ടും സമാനമായ ചില പ്രശ്നങ്ങളുണ്ട്. IC ബാലകൃഷ്ണനെ മന്ത്രിയാക്കണമെന്ന ആവശ്യം രമേശ് ചെന്നിത്തല ഉന്നയിച്ച പ്രശ്നം അതുവരെ പരിഹരിക്കാനായിട്ടില്ല. അങ്ങനെ വന്നാൽ T സിദ്ദിഖിന്റെ ഭാവി തുലാസിലാകും. അത് അത്തരത്തിൽ കാര്യങ്ങൾ 2 മന്ത്രിമാർ വയനാട്ടിൽ നിന്ന് എന്നൊരു ഫോർമുല നടക്കില്ല. ഇപ്പോൾ തൽക്കാലം 2 മന്ത്രിമാർ ഉറപ്പായിട്ടുള്ളത് കൊല്ലത്ത് നിന്നാണ്. അതിപ്പോൾ ബിന്ദു കൃഷ്ണയും ഒപ്പം PC വിശ്വനാഥുമാണ്. മറ്റു സ്ഥലങ്ങളിലെ കാര്യങ്ങളിൽ ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ്. VT ബൽറാം സ്പീക്കർ ആയിക്കൊണ്ടുള്ള ഒരു ഫോർമുല കൂടി, തിരുവഞ്ചൂരിന് സ്പീക്കർ സ്ഥാനം വേണ്ട എന്ന് അദ്ദേഹം
പറയുന്ന പശ്ചാത്തലത്തിൽ VT ബൽറാം സ്പീക്കർ ആയേക്കുമെന്നുള്ള ഒരു ഫോർമുല, VT ബൽറാമിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ ഒരു പദവി നൽകണം എന്ന കാര്യത്തിൽ പാർട്ടിയിലെ മിക്ക ആളുകൾക്കും വലിയ അഭിപ്രായമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സ്പീക്കർ പദവിയിലേക്ക് VT ബൽറാം വരാമെന്നും സ്പീക്കറായി ആ തരത്തിൽ VT ബൽറാം സമ്മതം അറിയിച്ചിട്ടുണ്ട് അങ്ങനെ പദവി നൽകിയാൽ എന്നും ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റ് ചില ഫോർമുലകൾ ഇതനുസരിച്ചുള്ള മറ്റു ചില ഫോർമുലകളിലേക്ക് കൂടി കാര്യങ്ങൾ എത്തേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും തകൃതിയായി ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. KPCC ഓഫീസിൽ പ്രധാനപ്പെട്ട നേതാക്കളും നിയുക്ത മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ നേതാക്കൾ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, അനവധി ആളുകൾ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഘടകകക്ഷികളുമായുള്ള ഫോണിൽ കൂടിയും സതീശൻ ആശയവിനിമയം നടത്തുന്നുണ്ട്. KC വേണുഗോപാലും അത്തരത്തിൽ നേരിട്ട് എത്താതെ ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. രമേശ് ചെന്നിത്തലയുമായും നേതാക്കൾ ബന്ധപ്പെടുന്നുണ്ട്. അങ്ങനെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ വിഷയങ്ങളൊക്കെ പരിഹരിക്കാം എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഏതായാലും 2 മണിക്ക് ഗവർണർക്ക് ലിസ്റ്റ് കൈമാറാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. പക്ഷേ അതല്പം ഒന്ന് വൈകുമെന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. അഭിലാഷ്. യെസ്, എന്തായാലും മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അത് കുറച്ചുകൂടി നീണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പ് പട്ടിക അന്തിമമാകുമെന്നും അങ്ങനെ പട്ടിക കൈമാറുമെന്നും ഗവർണർക്ക് കൈമാറും എന്നും ഉള്ളതായിരുന്നു പ്രതീക്ഷയെങ്കിൽ വൈകിട്ട് വരെ ഒരുപക്ഷെ ഈ തീരുമാനങ്ങൾ നീണ്ടുപോയേക്കാം എന്ന സൂചനകൾ ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.